പ്രിയപ്പെട്ടവർ, എൻ്റെ വേറെ ഒരു ഐഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ കണ്ട ഒരു വാർത്തയാണ്. ഒരു യുവ ഡോക്ടർ കേരളത്തിൽ ആത്മഹത്യ. അദ്ദേഹം മനഃശാസ്ത്ര വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ്. അങ്ങനെ നിരവധി പേർ ആത്മഹത്യയോടെയിരിക്കുന്നു. കേരളം ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. എങ്കിലും ഇന്ത്യയിൽ ആത്മഹത്യയുടെ നിരക്ക് രണ്ടാമത്തെ സ്ഥാനമാണ് സ്റ്റേറ്റുകളിൽ. സിക്കിമാണ് ഫസ്റ്റ്. അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കടക്കുകയാണെങ്കിൽ പല പ്രമുഖ സ്ഥാപനങ്ങളിലും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതേപോലെ IIT-കളിലും എൻട്രൻസ് കോച്ചിങ് സെൻ്റർ കോട്ട പോലുള്ള അവിടെ എല്ലാം നിരവധി കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഉന്നത റാങ്ക് കിട്ടിയ കുട്ടികളടക്കം. എന്തുകൊണ്ട് ഇത് സംഭവിക്കും? പലരും പറയുന്നത് വർദ്ധിച്ച ജോലി ഭാരം. ഇതേപോലെ കുട്ടികൾ ചോദിച്ചാൽ പറയും താങ്ങാൻ വയ്യാത്ത പഠനഭാരം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചതിച്ചിട്ട് പോയി, സാമ്പത്തിക പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ എല്ലാം തലയിലെടുത്ത് വെച്ച് ഇതേപോലെ താങ്ങാൻ പറ്റാതാവും. ഞങ്ങളുടെ ഗീതയിൽ ഭഗവാൻ പറയുന്നത് സമം പശ്യൻ ഹി സർവത്ര ആയിട്ട് തുടങ്ങുന്ന ശ്ലോകമുണ്ട്. അതിൽ ഭഗവാൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനായിരിക്കുന്ന ആൾ ഞാനാണ്. അത് അറിഞ്ഞ ഒരാൾ ഒരിക്കലും ആത്മഹത്യയില്ല എന്ന് പറയണം ഭഗവാൻ. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതം ഈശ്വരം എന്നിട്ട് തുടങ്ങുന്നൊരു ശ്ലോകമുണ്ട്. അതിൽ ഭഗവാൻ പറയുന്നതാണ്, നിങ്ങൾ ആത്മാവായിരിക്കുന്നത് ഞാനാണ്. ഇത് നിങ്ങൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല. നമ്മുടെ ഉള്ളിലുള്ളത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അഹം ആത്മാ ഗുഡാപേക്ഷ സർവഭൂതാശയ സ്ഥിത. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ഞാനാണ്. നമ്മൾ പലപ്പോഴും പല തെറ്റിദ്ധാരണകൾക്ക് അടിമയായിരിക്കും. അജ്ഞത. ഈ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് 68% ഡാർക്ക് എനർജി, 27% ഡാർക്ക് മാറ്ററും 5% മാത്രം നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പ്രപഞ്ചമുള്ളൂ. അതിൽ തന്നെ ഭൂമിയുടെ റോള് വളരെ 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 ചെറിയ റോളാണ്. 5% വരുന്ന ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഈ കാണുന്നതല്ല നമ്മൾ കണ്ണുകൊണ്ട്, ദൂരദർശനം കൊണ്ട് കാണുന്നതല്ല. അതിൽ ഭൂമിയുടെ പോഷൻ വരുന്നത് വളരെ ചെറിയ റോളാണ്. ആ ഭൂമിയിൽ തന്നെ 3/4% സമുദ്രവും, പിന്നെ പർവ്വതങ്ങൾ, പീഠഭൂമികൾ, മരുഭൂമികൾ, മനുഷ്യർ അധിവസിക്കുന്ന സ്ഥലം വളരെ കുറവാണ്. ഇന്ത്യയിലൂടെ നമുക്ക് യാത്ര ചെയ്താൽ തന്നെ ഏകദേശം ലോകത്തിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അധികം ജനവാസമില്ലാത്ത സ്ഥലങ്ങളാണ്, കൃഷി ചെയ്യാത്ത സ്ഥലങ്ങൾ. ഈ 5% നമുക്ക് വിസിബിളായിട്ടു, ബാക്കി 90% അജ്ഞമാണ്, തമസാണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. ഡാർക്ക്, ഇരുണ്ട ദ്രവ്യവും ഇരുണ്ട ഊർജവും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ അറിവെന്ന് പറയുന്നത് വളരെ പരിമിതവും. ആ 5% വെച്ചിട്ട് നമ്മൾ ലോകത്തെ വിലയിരുത്തുന്നത്. പല പൊസിഷനുകളിൽ പേര് കൊടുത്തിരിക്കുന്നത് ഡോക്ടർ, എഞ്ചിനീയർ, പണ്ഡിതൻ, പാമരൻ, പ്രൊഫസർ, സയൻറ്റിസ്റ്റ്, എക്കോണമിസ്റ്റ്, അല്ലെങ്കിൽ ശാസ്ത്ര വിശാരദൻ. 5% വിസിബിളായി. അതിൽ തന്നെ നമ്മൾ പണ്ഡിതൻ എന്ന് പറയുന്നവർ വ്യാഖ്യാനം കൊടുക്കുന്നത് അവരുടെ
സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് അനുസരിച്ച് അവർ അതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കും. മന്യവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്നുമെന്നൊക്കെ വിളിച്ചു പറയും. എന്തിനൊക്കെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾ കിട്ടുന്നത്. വളരെ അജ്ഞമാണ് ഈ ലോകം തന്നെ. മഹാഭാരതത്തിനെ ധർമ്മോത്തര യക്ഷനോട് ചോദിക്കുന്നുണ്ട്, യക്ഷൻ ധർമ്മോത്തരോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകം മുഴുവൻ എന്ത് പറഞ്ഞു? അതിന് ധർമ്മോത്തരം കൊടുത്ത മറുപടി അജ്ഞത. ഈ ലോകം മുഴുവൻ അജ്ഞത നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളിലും അജ്ഞത തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് വെച്ചാൽ നമ്മൾ ഓരോന്നിനും വിലയിരുത്തുന്നത്, തീരുമാനം എടുക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ഭാരം, ജോലി ഭാരമായിക്കോട്ടെ, പഠന ഭാരമായിക്കോട്ടെ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭാരമുണ്ടോ? ഒരു ഭാരവും ഇല്ല എന്നുള്ള സത്യം. ഭഗവാൻ തന്നെ ഗീത പറയും, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മബല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത. ഈ ലോകത്തിലെ ഒരു ജീവിക്കും അയാളാൽ നിർവഹിക്കേണ്ട ഒരു കർത്തവ്യം ഞാൻ കൊടുത്തിട്ടില്ല പറയുന്നു. കർമ്മവും കൊടുത്തില്ല. കർമ്മം പറയും വർക്ക്. കർത്തവ്യം കർമ്മം ഉണ്ടെങ്കിലല്ലേ റിസൾട്ട് ഉള്ളൂ. ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല പറയുന്നു. കാരണം ഭഗവാന്റെ പോയി മാങ്ങ വലിക്കാനും പോയതല്ല. ഭഗവാൻ എന്ത് വേണമെങ്കിലും ഭഗവാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇവിടെ, ഒരു സെക്കൻഡ് പോലും വേണ്ട, എല്ലാം ഭഗവാനെ ഇവിടെ നിർവഹിക്കാൻ സാധിക്കും. ആരുടെയും സഹായം ആവശ്യമില്ല. ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. ഗീതത്തിന്റെ ഭഗവാൻ പറയും, നഹി കശിഷ്ടമപി ജാതു തുഷ്ടത്ത അകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജയർഗുണാഹി. നമുക്കിപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ പഠിക്കാതെ ഒരു ഭാഗത്ത് ഇരിക്കാൻ വിചാരിക്കുക. ഒരു ഭാഗത്ത് റെസ്റ്റ് എടുത്ത്, ഇപ്പോൾ ജോലി ഭാരമൊക്കെ ഉപേക്ഷിച്ചു, പഠനഭാരമൊക്കെ ഉപേക്ഷിച്ച് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിക്കുക. സാധിക്കൂ യഥാർത്ഥത്തിൽ? അതാണ് ഞാൻ എൻ്റെ പോയിന്റ്. എനിക്ക് നഹി കശിക്ഷണമപി പറഞ്ഞ ഒരു സെക്കൻഡ് പോലും ഒരാൾക്ക് വെറുതിരിക്കാൻ സാധിക്കില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരം വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും പുറച്ചുകൊണ്ടിരിക്കും. ഇല്ലേ? ഒരു സെക്കൻഡ് പോലും ഒരാൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. 10,60,000 ചിന്തകൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മനുഷ്യരിലൂടെ കടന്നു പോകും. അതിന് ഊർജം വേണം. ഊർജം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഒരാൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. ഒരാൾ ജോലി ചെയ്യുന്ന ഒരാൾ അയാളുടെ ഊർജത്തെ ഉപയോഗപ്പെടുത്തി ജോലി ചെയ്യുന്നു എന്ന് മാത്രം. പഠിക്കുന്ന ആൾ അയാളുടെ ഊർജത്തെ ഉപയോഗപ്പെടുത്തി അയാൾ ജോലി ചെയ്യുന്നത് മാത്രം, പഠിക്കുന്നത് മാത്രം. ഇത് രണ്ടും ചെയ്തില്ലേ, പഠിക്കുന്നുമില്ല അല്ലെങ്കിൽ ജോലിയും ചെയ്യുന്നില്ലെങ്കിലും അയാളുടെ ഊർജമൊക്കെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കും. വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. ശരീരം വെറുതെ ഇരിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും പറിച്ചുകൊണ്ടിരിക്കും. ഉപയോഗിക്കാത്ത ഊർജം കെട്ടിക്കിടക്കും, രക്തക്കൊഴല്. അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടും ഷുഗറായിട്ടും ഫാറ്റി ലിവറായിട്ടും സർവ്വ അസുഖമായിട്ട് മാറും. നമ്മൾ 3 നേരം 4 നേരം ആഹാരം കഴിക്കുന്നുണ്ട് ഇല്ലേ? അതിൽ 3000 കലോറി എനർജിയൊക്കെ അന്ന് ഊർജം റിലീസാവും ആഹാരത്തിന്. ആ എനർജിയാണ് വർക്ക് ചെയ്യുന്നത്. അത് ആഹാരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന റിലീസാവുന്ന ഊർജമാണ് ജോലി ചെയ്യുന്നത്. അല്ലാതെ നമ്മളല്ല. ഇനി ഞാൻ ജോലി ചെയ്യുന്നു പറയുകയാണെങ്കിൽ ഒരു 5-6 ദിവസം ആഹാരം കഴിക്കേണ്ടത് നോക്കി, അല്ലെങ്കിൽ 1 നേരം കഴിക്കേണ്ടത് നോക്കൂ, 2 നേരം കഴിക്കേണ്ടത് നോക്കൂ, 3 നേരം കഴിക്കേണ്ടത് നോക്കൂ. ഒരു 10 ദിവസം കഴിക്കേണ്ടത് തന്നെ ആൾ മരിച്ചു പോകും, വടിയായി പോകും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ആഹാരമാണ് നമ്മളെ മൂവ് ചെയ്യിക്കുന്നത്. എഴുന്നേറ്റ് നടക്കുന്ന നമ്മൾ കഴിച്ച ആഹാരത്തിലുള്ള ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ്. പ്രത്യേകിച്ച് ആരും ഈ ഊർജ്ജമാണ് ജോലി ചെയ്യുന്നത്. അല്ല ഞാൻ എന്ന് പറയുന്ന ആളല്ല. ഞാൻ പറയുന്ന ആൾ വേറെ, ശരീരം വേറെ. ഞാൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ ജീവനാണ്, ആത്മാവാണ്. അയാൾ ഒരു ജോലിയും ചെയ്യുന്നില്ല. അയാൾക്ക് ബന്ധുവില്ല, ശത്രുവില്ല, മാനമില്ല, അവമാനമില്ല. അയാൾ ആർക്കും അവമാനിക്കാൻ സാധിക്കില്ല. അയാൾക്ക് വർക്ക് ലോഡും ഇല്ല. അയാൾ വെറും
സാക്ഷി മാത്രമാണ്, നോക്കിക്കാണുന്ന ആൾ. അയാൾ ജോലി ചെയ്യുന്നില്ല. കാരണം നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നു, എല്ലാ ലോഡും എൻ്റെ തലയിലാണ്, ഞാൻ ഭാരം ചുമക്കുന്ന ഒരാളാണ്, ഞാൻ പഠനഭാരം ചുമക്കുന്ന ആളാണ്. തെറ്റിദ്ധാരണ. ഈ ഞാൻ വേറെ, നമ്മുടെ ശരീരം വേറെ. അത് മനസ്സിലാക്കണം. നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നാണ് ഉള്ള ഊർജ്ജമാണ് ജോലി ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. നമ്മൾ ജോലി ചെയ്താലും ഇല്ലെങ്കിലും എനർജി പോയിക്കൊണ്ടിരിക്കും വെറുതെ. നിങ്ങൾ ഓരോ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ടാവും. ആ ലക്ഷ്യങ്ങൾ നമുക്ക് വേറെ ആൾക്കാർ നിറവേറ്റുന്നത് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതേ ജോലി തന്നെ വേറൊരാൾ ജോലി ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കിയിരിക്കേണ്ടി വരും. നമുക്കതിന് കഴിയില്ലെങ്കിൽ ആത്മഹത്യയല്ല ചെയ്യേണ്ടത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ. ഭഗവാൻ പറയുന്നുണ്ട്, എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെയുടെ ശരണം പ്രാപിക്കുക. സുഖമായി വീട്ടിലിരിക്കും, ഒന്നും വേണ്ട. ഈശ്വരനെ വേണമെങ്കിൽ ഭജിക്കുക, അല്ലെങ്കിൽ അതും വേണ്ടെങ്കിൽ അതും വേണ്ട. നമ്മുടെ ഉള്ളിൽ ആത്മാവായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്താൽ വീണ്ടും നമ്മുടെ കർമ്മങ്ങളെല്ലാം തീർക്കുന്നതിന് വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരും. പിന്നെയും ഏതെങ്കിലും അച്ഛൻ്റെ ശരീരത്തിൽ ബീജമായിട്ടും അമ്മയുടെ ശരീരത്തിൽ അണ്ടമായിട്ടും വരും. ഗർഭപാത്രത്തിൽ 10 മാസം കഴിഞ്ഞ് 50 ടൺ ഭക്ഷണം കഴിക്കേണ്ടി വരും. ഒരാൾ ലൈഫ് ടൈം കഴിക്കുന്ന ഭക്ഷണം 50 ടൺ. അതിൽ നിന്നുള്ള റിലീസാകുന്ന എനർജിയാണ് ജോലി ചെയ്യുന്നത്. പിന്നെയും പെണ്ണ് കെട്ടലും അല്ലെങ്കിൽ മറ്റേ കല്യാണം കഴിക്കലും എല്ലാം കുട്ടികളും മക്കളും ചട്ടിയും പാട്ടിയൊക്കെ ആയിട്ട് വീണ്ടും കഴിഞ്ഞിട്ട് വരും. ആത്മാവിന് മരണമില്ല. ഈ ജീവൻ എന്ന് പറയുന്ന ആൾ മരിക്കുന്നില്ല, ശരീരം മരിക്കും. ശരീരം ഒരു 10-27 ദിവസം കൊണ്ട് മുഴുവൻ അല്ലെങ്കിൽ എന്തായി പോകുന്നുണ്ട്, കോശങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-27 ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും മാറും. ഈ കോശങ്ങൾ മാറിയില്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ നാറിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ജനിച്ചു വീഴുമ്പോഴുള്ള കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് പറഞ്ഞാൽ നാറിൻ്റെ മൂക്കി പിടിച്ചിട്ട് പരസ്പരം നിൽക്കേണ്ടി വരില്ല. കോശങ്ങൾ അങ്ങനെ മരിച്ചു വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൽ 10-27 ദിവസങ്ങളിൽ 100 ട്രില്യൺ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതിങ്ങനെ മരിച്ചുകൊണ്ടേ ഓരോ സെക്കൻഡിലും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ പിന്നെ ശരീരം മരിച്ചു വീണുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ആത്മാവെന്ന് പറയുന്നതാണ് മരണമില്ല. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മളെ ഈ ആത്മാവാണ്, ശരീരമാണ് ഞാൻ വേണ്ടി തെറ്റിദ്ധാരണ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് പരിസ്ഥിതിയാണെങ്കിലും, ലാഭമോ നഷ്ടമോ മാനോ അപമാനമോ ഉയർച്ചയോ താഴ്ചയോ എന്താ പരിസ്ഥിതി ആവട്ടെ, അധൈര്യപൂർവം നമ്മൾ നേരിടണം. പർവ്വതം കണക്കെ പിന്നെ ഒരു ഹിമാലയ പർവ്വതം പോലെ എല്ലാം നോക്കിക്കൊണ്ട്, ഒരു സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ട്, എവിടെ അനങ്ങാതെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളെയും നേരിടണം. അവിടെ നമ്മൾ മഹത്വം ഇരിക്കുന്നത്. ഏത് പരിസ്ഥിതിയിലും രാജാവായിരിക്കണമെങ്കിൽ രാജാവായിരിക്കുക. ഇനി പിച്ചക്കാരനാണ് ഭഗവാൻ നിശ്ചയിച്ചു, പിച്ചെടുക്കന്മാർക്ക് മടിക്കരുത്. ഏതവസ്ഥയാണെങ്കിലും ധൈര്യപൂർവ്വം മുന്നോട്ട്. അറൈസ്, awake and stop not till the goal is reached. ഒരിക്കലും നമ്മളുടെ ഇടയിൽ വെച്ച് നമ്മൾ അവസാനിപ്പിച്ചു പോകരുത്. അത് നിങ്ങൾക്ക് ജന്മം നൽകിയവർക്ക് വലിയ ദുഃഖമാണ് നൽകുന്നത്. അവരെ നമ്മൾ ഓർക്കണം മനസ്സിൽ. അറൈസ്, awake and stop not till the goal is reached. ഈ ഒരു സന്ദേശം, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യോര നിബോധത. മറക്കരുത്, ആത്മഹത്യ ചെയ്യരുത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്.